ഈ ഫ്ലവർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചോളം തിന്നു കഴിഞ്ഞ് അതിൻ്റെ തോല് കളയാൻ പോകുമ്പോഴാണ് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. തോല് കിട്ടിയപ്പോഴുള്ള തോന്നലാണ് എന്ത് ക്രാഫ്റ്റ് ചെയ്യുന്നു. അവസാനം ഒരു ഫ്ലവർ ആയിട്ടാണ് കിട്ടിയത്. ഇതിന് വലിയ പണി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചോളത്തിന് നമ്മൾ ഈ ഒരു ഷേപ്പിലോട്ട് മാറ്റിയെടുക്കുകയാണ്. ഒരുപാട് വേണ്ട, എന്നാലും കുറച്ചൊക്കെ ഇരിക്കട്ടെ. ആ ഒരു ഫ്ലവർ എത്രയൊക്കെയാണോ അതിൽ ഒതുങ്ങുന്നത് അത്രയ്ക്കും പീസാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തതിന് റോൾ ചെയ്തിട്ട് സ്റ്റെം ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ബഡ്സാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പകുതി എനർജിയും പോയത്. ഞാനിപ്പോൾ ഇവിടെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങളിപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ ഈ കട്ട് ചെയ്ത ഓരോ ഫ്ലവർ പീസും ഞാൻ ഈ ഒരു ബഡ്സിലേക്ക് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ത്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നോട്ട് ദ പോയിൻറ്റ്. നിങ്ങൾ ഓരോ ഫ്ലവർ പീസ് വെക്കുമ്പോഴും ആ ഒരു ത്രെഡ് റോൾ ചെയ്യണം, എന്നാലേ ആ ഒരു ഫ്ലവർ പീസും ബഡ്സൊക്കെ സ്റ്റിക്ക് ആയിട്ട് നിൽക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗിവ് അവേയും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും. ഞാനിപ്പോൾ ഇതേപോലെയുള്ള 2 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫ്ലവർ പീസും അതിലേക്ക് ഫിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നും കൂടി ഒന്ന് ത്രെഡ് റോൾ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ക്ലേ ആണ്. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പെന്നിൻ്റെ റീഫിൽ വെച്ച് കുറച്ച് ഡോട്ടും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് 2 ലീഫും ഞാൻ അതിലേക്ക് വെച്ചെടുത്തിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.